പറയണമെന്ന് സൈർതങ്ങൾ ഉപ്പാപ്പ പറയുമ്പോൾ അത് പറ്റില്ല എന്ന് ഈ വേദിയിൽ വെച്ച് പറയാനും സാധിക്കില്ല. 2006 ഹജ്ജ് യാത്ര തങ്ങളുടെ കൂടെ ഒന്നിച്ചുള്ള യാത്ര അന്ന് തുടങ്ങിയ ഒരു പരിചയമായിരുന്നു. 2008 എനിക്ക് എൻ്റെ ജീവിതത്തിൽ മറക്കാൻ കഴിയാത്തൊരു ആക്സിഡൻറ്റ് സംഭവിച്ചത്. ഞാനും എൻ്റെ സ്നേഹിതനും ഹൈവേയിലൂടെ എൻ്റെ പെങ്ങളെ വീട്ടിലേക്ക് പോകുന്ന സമയത്ത് ബസ് ബേക്കിൽ നിന്ന് അടിച്ചിട്ടുള്ളൊരു ആക്സിഡൻ്റ് ആയിരുന്നു. തളിപ്പറമ്പ് ബക്കളത്തുനിന്ന്. അപ്പോൾ അന്ന് അർദ്ധജീവനോടുകൂടിയാണ് പരിയാരം മെഡിക്കൽ കോളേജിലേക്ക് എന്നെ കൊണ്ടുപോയത്. അവിടുന്ന് ബോധം വരുന്ന സമയത്ത് മരിച്ചുപോയ നമ്മളെ യൂസുഫാജിക്കാണ് കൂടെ ഉണ്ടായത്, എൻ്റെ കട്ടിൻ്റെ അടുത്തുണ്ടായത്. ഞാൻ യൂസുഫാജിക്കാട് ഫസ്റ്റ് ചോദിച്ചത് തങ്ങൾ ഉപ്പാപ്പന എനിക്കൊന്ന് കിട്ടണം ഫോണിലെ കൂടി. ഞാൻ പറയുന്നു, ബോധം പോന്നു, വീണ്ടും ബോധം വരുന്നു. പക്ഷെ ഞാൻ എൻ്റെ ബോധത്തിലെല്ലാം ഞാൻ ചോദിക്കാൻ എൻ്റെ ഭാര്യയും എൻ്റെ കുട്ടിയും, തങ്ങളുപ്പാപ്പനെ മാത്രമേ ചോദിക്കുന്നുള്ളൂ. അപ്പോൾ തങ്ങളുപ്പാപ്പ വെള്ളിയാഴ്ചയാണ് ആക്സിഡൻ്റ് ആകുന്നത്, ഞായറാഴ്ചയാണ് ഹജ്ജിനും പോകേണ്ടത് തങ്ങളുപ്പാപ്പക്ക്. അപ്പോൾ ആ സമയത്ത് അവിടുന്ന് ഡോക്ടർ പറഞ്ഞത് പകുതി ചാൻസാണ് പറഞ്ഞത്, അതും കാല് മുറിക്കണം എന്നൊക്കെ പറഞ്ഞപ്പോൾ ഞാൻ പറഞ്ഞു കാല് മുറിക്കാൻ പാടില്ല, പെട്ടെന്ന് മംഗലാപുരത്തേക്ക് കൊണ്ടുപോകണം. മംഗലാപുരത്തേക്ക് എൻ്റെ നിർബന്ധത്തിന് വഴങ്ങി അവിടെ നിന്ന് ചില പ്രശ്നങ്ങൾ ഉണ്ടാക്കിയിട്ടാണ് എന്നെയും കൊണ്ട് മംഗലാപുരം പോയി. ബോർഡറിൻ്റെ അടുത്തെത്തിയപ്പോൾ ആംബുലൻസ് ഡ്രൈവർ പറഞ്ഞു ആൾ തീർന്നിട്ടുണ്ടെന്ന്. അപ്പം ഞാൻ വേദന സഹിക്കാതെ ഇങ്ങനെ അനങ്ങാതെ കിടക്കുക. ഞാൻ പറഞ്ഞാൽ മരിച്ചിട്ടൊന്നുമില്ല, എത്രയും പെട്ടെന്ന് മംഗലാപുരത്ത് എത്തിക്കുന്നു. അങ്ങനെ അവിടെ നിന്ന് വീണ്ടും മംഗലാപുരത്ത് എത്തിച്ചു. പിറ്റേന്ന് രാവിലെയാണ് തങ്ങൾ ഉപ്പാപ്പനെ കാണാൻ വരും. ഞായറാഴ്ച ഹജ്ജിന് പോകണം തങ്ങൾക്ക്. അറിഞ്ഞ ഉടനെ ശനിയാഴ്ച രാവിലെ മംഗലാപുരം യൂണിറ്റ് ഹോസ്പിറ്റലിൽ വന്ന് എന്നെ ഒരു പ്രാവശ്യം ICU യൂണിറ്റിൽ നിന്ന് വന്ന് കണ്ടു ഇറങ്ങിപ്പോയി. രണ്ടാമതും കയറി കണ്ടിട്ട് കരഞ്ഞുകൊണ്ട് എന്നോട് പറഞ്ഞു, മുറുട്ടിയാജി ബേജാറൊന്നും വേണ്ട, ദിക്ർ നല്ലോണം ചെല്ലിക്കൊന്നു പറഞ്ഞു. അപ്പോൾ ഞാൻ തങ്ങളുപ്പാപ്പാട് ചോദിച്ചു ഏത് ദിക്റാണ് ചെല്ലേണ്ടത്. അപ്പോൾ എന്നോട് പറഞ്ഞത് എളുപ്പത്തിന് വേണ്ടിയായിരിക്കാം. തങ്ങൾ പറഞ്ഞു ലാ ഇലാഹ ഇല്ലല്ലാഹ്. അപ്പോൾ എൻ്റെ ഈ കൈ പോയതാണ്, സ്റ്റീലൊക്കെ ഇട്ടിട്ടുള്ളത്. ഈ കൈയെ എൻ്റെ അന്ന് വർക്കാന്നുള്ളൂ. ഞാൻ അന്നൊരു പിടുത്തം താടി പിടിച്ചപ്പോൾ ഞാൻ തങ്ങളോട് വെച്ച് അപ്പോൾ ഞാൻ മരിക്കുമെന്ന് ഉറപ്പാന്നല്ലേ. അപ്പോൾ തങ്ങളുപ്പാപ്പ പൊട്ടിക്കരണ്ടുകൊണ്ട് പറഞ്ഞു ഞാൻ മരിച്ചാലും എൻ്റെ ഉമ്മറട്ടിയാജിയെ ഞാൻ മരിക്കാൻ അനുവദിക്കില്ല, അതുകൊണ്ട് ധൈര്യത്തിൽ ദിക്ർ ചൊല്ലിക്കോ, എവിടെയും ഒന്നും സംഭവിക്കില്ല, ഞാൻ ഹജ്ജിന് പോയിട്ട് വന്നിട്ട് നമുക്ക് എല്ലാ കാര്യങ്ങളും നീക്കാം എന്നൊക്കെ പറഞ്ഞ് ആശ്വസിപ്പിച്ച് തങ്ങൾ കുടുകൂടെ കരയാണ്. ഞാൻ അത്രയ്ക്ക് തങ്ങളെ കണ്ണുനീര് എൻ്റെ ശരീരത്തേക്കാൾ വന്ന് പതിയും. പക്ഷെ ഞാൻ താടിയുടെ പിടുത്തം ഞാൻ വിട്ടിട്ടില്ല. തങ്ങളത് എന്നെ പിടിപ്പിക്കൊന്നുമില്ല. വയ്യ നേഴ്സ് വന്ന് പറഞ്ഞ് മനസ്സിലാക്കിയ ശേഷം തങ്ങളെ വിടാനൊക്കെ താല്പര്യമുണ്ടായിരുന്നു. തങ്ങൾ ഹജ്ജ് കഴിഞ്ഞ് തങ്ങളും എന്നെ 2-3 പ്രാവശ്യം യൂണിറ്റ് ഹോസ്പിറ്റലിലേക്ക് സന്ദർശിക്കാൻ വന്നു. അന്ന് 53 ദിവസം ഞാൻ യൂണിറ്റ് ഹോസ്പിറ്റലിൽ അഡ്മിറ്റായിരുന്നു. അന്നത്തുള്ള മുഴുവൻ ഭക്ഷണമൊക്കെ ഈ സ്ഥാപനത്തിൽ നിന്ന് എനിക്ക് ഒരു കരുതൽ പോലെ ഇവിടുന്ന് കുട്ടികൾ കൊണ്ടുതരും. ഭക്ഷണം കഴിച്ച് അപ്പോൾ ഒരു ദിവസം തങ്ങൾ വരുന്ന സമയത്ത് എനിക്ക് ഇവിടുന്ന് കൊണ്ടുവന്ന കഞ്ഞി ജ്യൂസ് അടിച്ചിട്ട് 1/2 ഗ്ലാസ് മാത്രമേ കൊടുക്കാൻ പറ്റുന്ന ഡോക്ടർ പറഞ്ഞു. അപ്പോൾ ഡോക്ടറോട് തങ്ങൾ ചോദിച്ചു, അന്ന് ഡോക്ടർ ഇപ്പോഴും ഡോക്ടർ സമീർ എന്നാണ് ഓർത്തോൻ്റെ. ഡോക്ടറോട് തങ്ങൾ ചോദിച്ചു എന്താ ഭക്ഷണം കൊടുത്തുകൂടെയെന്ന് വെച്ചു. പാടില്ല, 5-6 മാസത്തേക്ക് ഭക്ഷണം കഴിക്കാൻ പറ്റില്ല. അപ്പോൾ തങ്ങൾ എന്നോട് ചോദിച്ചു ഉമ്മറുട്ടിയാജിക്ക് ഏതാ ഇഷ്ടമുള്ള ഭക്ഷണം. ഞാനാണെങ്കിൽ 2 ഭക്ഷണം കഴിക്കാതെ തങ്ങൾ വരുന്ന 2 ആഴ്ച 1.5 മാസമായി. ഈ ഇടവിട്ടിട്ടാണ് ഈ 53 ദിവസം തുടർച്ചയായിട്ടല്ല 3 ഘട്ടമായിട്ടാണ് എന്നെ അവിടെ അഡ്മിറ്റ് ആയിക്കൊണ്ടിരുന്നത്. ഭക്ഷണം കഴിക്കണം എന്ന് ആർത്തിയാണ്, എന്ത് കിട്ടിയാലും കഴിക്കുന്നതാണ്. എൻ്റെ കൂടെയുള്ള സ്നേഹിതനെ ക്യാൻറ്റീനിലേക്ക് അയച്ചു. ഇഡ്ഡലിയാണ് കൊണ്ടുവന്നത്, ഇഡ്ഡലിയും സാമ്പാറും. അന്ന് തങ്ങൾ ഇഡ്ഡലി എടുത്ത് തങ്ങൾ തന്നെ ചവച്ച് എൻ്റെ വായിലേക്ക് വെച്ചിട്ട് വന്നിട്ടുണ്ട്, ഇനി ഭക്ഷണം തുടങ്ങിക്കോന്ന്. ഞാൻ ആർത്തിയോടെ അന്ന് ഭക്ഷണം കഴിച്ചു. ആ ഭക്ഷണത്തിൻ്റെ ആർത്തി ഇന്നും തീർന്നിട്ടില്ല എന്നല്ലേ പറയാം. 6 മാസം കൊണ്ട് ഞാൻ ഇമ്പ്രൂവായി. ഞാൻ എൻ്റെ സ്ഥാപനത്തിലേക്ക് പോകാൻ സാധിച്ചു. അങ്ങനെ ഒരുപാട് ജീവിക്കുന്ന മരണത്തിന് ശേഷവും ഒരുപാട് മനാമിലും പല കറാമത്തുകളും എനിക്ക് എന്തെങ്കിലും ഒരു കാര്യമുണ്ടെങ്കിൽ തങ്ങളെ മനസ്സിൽ ഉദ്ദേശിച്ച് ഞാൻ കടന്നിട്ടുണ്ടെങ്കിൽ തന്നെ അതെനിക്കെല്ലാം പൂർത്തിയാക്കി തന്നിട്ടുണ്ട്. ഇൻഷാ അല്ലാഹ് എൻ്റെ മഹല്ലിലൊരു പള്ളി
ഉണ്ടായിരുന്നു. അത് ഇപ്പോൾ ഞാൻ തങ്ങളുപ്പാപ്പാൻ്റെ പേരിൽ അതിന് പണി തുടങ്ങിയിട്ടാണുള്ളത്. അത് എത്രയും പെട്ടെന്ന് പൂർത്തിയാക്കാൻ ഈ വേദിയിലുള്ള സയ്യിദന്മാരോടും പണ്ഡിതന്മാരോടും ഞാൻ അതിനുവേണ്ടി ദുആ ചെയ്യണം. അതുപോലെ നിങ്ങളും ദുആ ചെയ്യാൻ വസിയത്ത് ചെയ്യുകയാണ്. ഇൻഷാ അല്ലാഹ് ഒരുപാടുണ്ട്. വീടിൻ്റെ കറാമത്തുണ്ട്. വീടെടുക്കണം. എൻ്റെ മുഹിബീങ്ങൾക്ക് വീട് വേണമെന്ന് പറഞ്ഞാൽ എൻ്റെ 6 ലക്ഷം രൂപയേ ഉള്ളൂ. പറ്റൂല, വീടിന് പണി തുടങ്ങണം എന്ന് പറഞ്ഞ് 2010 വീട് പണി തുടങ്ങി. ആ വീട് പണി തീരുമ്പോൾ 1 കോടിയുടെ അടുത്തായി. പക്ഷേ അള്ളാഹിൻ്റെ തൗഫീഖ് കൂടെ 5 പൈസ എനിക്ക് കടമുണ്ടായിട്ടില്ല. ആ വീടെടുക്കുന്ന സമയത്ത് പാമ്പിൻ്റെ ശല്യമുണ്ടായിരുന്നു. അപ്പോൾ തങ്ങൾ പറഞ്ഞു, ഒരു പാമ്പിൻ്റെ ശല്യം ഇവിടെ വേണ്ട. എല്ലാ കുടിയേൽ കഴിയുന്ന ആ ദിവസവും, അതിപ്പോൾ ദുൽഹജ്ജ് 25 ഞായറാഴ്ചയാണ്, ഷാദിലി റാത്തീബ് കഴിക്കണം എന്നാണ്. അങ്ങനെ ഒരു വീടിൻ്റെ പണി 90% 80% പൂർത്തിയായ സമയത്താണ് തങ്ങൾ എന്നോട് പറയുന്നത്, ഉമ്രുട്ടിയാജി ഈ ദുൽഹിജ്ജയിൽ കുടിയേലാക്കണം. ഞാൻ പറഞ്ഞാവില്ല, 80 പണി ബാക്കിയുണ്ട്, പാടില്ല. ഞാൻ എൻ്റെ റബ്ബിൻ്റെ അടുത്തേക്ക് പോകാൻ തയ്യാറായി. അടുത്ത ദുൽഹിജ്ജയിൽ ഞാൻ ഉണ്ടാവില്ല. നമ്മൾ തങ്ങളിപ്പോൾ പേടിയും പോവില്ല, നമുക്ക് അടുത്ത റബീ ലെവലിലാക്കാം പറ്റൂല, ഈ ദുൽഹിജ്ജയിൽ തന്നെ വേണമെന്നാണ്. അങ്ങനെ തങ്ങൾ തന്നെ ഡേറ്റ് കണ്ട് ദുൽഹിജ്ജ 25 ഡേറ്റ് കണ്ടെന്ന് തങ്ങൾക്ക് അന്ന് കുടിയലിന് പങ്കെടുക്കാൻ സാധിച്ചാന്ന് തങ്ങൾ ഉപ്പാപ്പ കോഴിക്കോട് മിംസ് ഹോസ്പിറ്റലിൽ അഡ്മിറ്റായിരുന്നു. അപ്പോൾ അന്ന് കുടിയലിന് ശിഹാബുദ്ദീൻ ബുഖാരി തങ്ങൾ ഉപ്പാപ്പിനെ അയച്ചത്. ശിഹാബുദ്ദീൻ തങ്ങൾ ബുഖാരി ഉപ്പാപ്പയുടെ വന്ന ബാക്കി ശിഹാബുദ്ദീൻ തങ്ങൾ ഉപ്പാപ്പ പറയും. അന്നത്തെ തങ്ങൾക്കും തങ്ങൾ ഉപ്പാപ്പക്ക് അന്നൊരു കറാമത്ത് അനുഭവപ്പെട്ടിരുന്നു. അന്ന് രാവിലെ അവിടുന്ന് പുറപ്പെട്ട സമയവും ആ കറക്റ്റ് സമയത്ത് എൻ്റെ വീട്ടിലേക്ക് എത്തിയതും. അപ്പോൾ അങ്ങനെ ഒരുപാട് പറഞ്ഞാൽ തീരാത്ത കറാമത്താണ് തങ്ങൾ ഉപ്പാപ്പയിലുള്ളത്. തങ്ങൾ ഉപ്പാപ്പ ഇപ്പോൾ സയ്യിദ് തങ്ങൾ ഉപ്പാപ്പയിലോടും ആ കറാമത്ത് ഇങ്ങനെ കിട്ടിക്കൊണ്ടിരിക്കുകയാണ്. നിങ്ങൾക്ക് ഒരുപാട് കടങ്ങളുണ്ടായപ്പോൾ കടക്കുന്ന സലാമത്താക്കി ഇപ്പോൾ സയ്യിദ് തങ്ങൾ ഉപ്പാപ്പയാണ്. ഈ മദ്ഹറിനോട് എത്ര കടപ്പാട് പടർന്നാലും എന്ത് കൃതജ്ഞത പറഞ്ഞാലും അത് വാക്കുകളിലോ എൻ്റെ ജീവൻ പോലും കൊടുത്താൽ എനിക്ക് തീരാൻ പറ്റാത്ത കടപ്പാടും കൃതജ്ഞതയും ഈ മദ്ഹർ എന്ന സ്ഥാപനത്തിനോടും തങ്ങൾ ഉപ്പാപ്പയോടും ഉണ്ട്. അള്ളാഹു താല നാളെ നമ്മളെ മുഴുവൻ ആളുകളെയും അള്ളാഹു തങ്ങൾ ഉപ്പാപ്പാൻ്റെ കൂടെ ജന്നാത്തുൽ ഫിർദൗസിൽ ഒരുമിച്ച് കൂട്ടുമാറാകട്ടെ. ഇനിയും തങ്ങൾ ഉപ്പാപ്പാൻ്റെ മദതും പൊരുത്തവും ബറക്കത്തും നമ്മുടെ ജീവിതത്തിലുടനീളം ഉണ്ടാകട്ടെ. തങ്ങൾ ഉപ്പാപ്പാൻ്റെ ദറജ അള്ളാഹു തആല ഏറ്റി വർദ്ധിപ്പിക്കുമാറാകട്ടെ എന്ന് ദുആ ചെയ്തുകൊണ്ട് ഞാൻ നിർത്തുന്നു. അസ്സലാമു അലൈക്കും.